നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി റൌസ് അവന്യൂ PMLA കോടതി 15-ാം തീയതി വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചെയ്യുന്നത് രാജ്യത്തിന് ഗുണം ചെയ്യില്ലെന്ന് പറഞ്ഞാണ് കേജ്രിവാൾ ഇന്ന് കോടതി മുറിയിലേക്ക് കയറിപ്പോയത്. കേസിൽ മാർച്ച് 21 അറസ്റ്റ് ചെയ്ത കേജ്രിവാളിൻ്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിച്ചതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഇതോടെ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, രാജ്യസഭാ MP സഞ്ജയ് സിംഗ് എന്നിവർക്ക് പുറമെ കേജ്രിവാളും തിഹാർ ജയിലിലേക്കെത്തും. റൌസ് അവന്യൂ പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജയുടെ മുന്നിൽ ഹാജരാക്കിയ കേജ്രിവാളിനെ വീണ്ടും റിമാൻഡിൽ വിട്ടുകിട്ടണമെന്ന് ED ആവശ്യപ്പെട്ടില്ല. പകരം ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടണമെന്നാണ് ആവശ്യപ്പെട്ടത്. തൻ്റെ മൗലിക അവകാശങ്ങൾ ലംഘിച്ചാണ് അറസ്റ്റ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി കേജ്രിവാൾ നൽകിയ ഹർജി നാളെ കഴിഞ്ഞ് ഡൽഹി ഹൈക്കോടതി പരിഗണിക്കും. ഹർജിയിൽ EDക്ക് നൽകിയ നോട്ടീസിൽ നാളെ മറുപടി നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. കേജ്രിവാളിൻ്റെ ഭാര്യ സുനിത, മന്ത്രിമാരായ അതിഷി, സൗരഭ ഭരദ്വാജ്, മുതിർന്ന ആം ആദ്മി പാർട്ടി നേതാക്കൾ എന്നിവർ ഇന്ന് കോടതിയിലെത്തിയിരുന്നു. ജയിലിൽ കേജ്രിവാളിന് ഭഗവത്ഗീതയും രാമായണവും നീരജ ചൗധരി എഴുതിയ പ്രൈം മിനിസ്റ്റേഴ്സ് ഡിസൈഡ് എന്ന പുസ്തകവും വായിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകർ പ്രത്യേക അപേക്ഷ നൽകിയിരുന്നു. അന്വേഷണത്തോടെ കേജ്രിവാൾ ഒരു തരത്തിലും സഹകരിക്കുന്നില്ലെന്നാണ് EDയുടെ അഭിഭാഷകർ കോടതിയിൽ പറഞ്ഞത്. മൊബൈൽ ഫോണിൻ്റെ പാസ്വേഡ് നൽകാൻ കൂട്ടാക്കുന്നില്ലെന്നും അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജു പറഞ്ഞു. അറസ്റ്റിലായ ദിവസം മുതൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കേജ്രിവാൾ ED ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പാസ്വേഡ് നൽകാൻ കൂട്ടാക്കിയില്ല. EDക്ക് ഇക്കാര്യത്തിൽ തന്നെ നിർബന്ധിക്കാനാകില്ലെന്നാണ് കേജ്രിവാൾ പറയുന്നത്. ഒടുവിൽ സഹായം തേടി ED കഴിഞ്ഞ ആഴ്ച ആപ്പിളിനെ സമീപിച്ചെങ്കിലും അനുകൂല മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല.